ഇന്ന് മലപ്പുറത്ത് ഒട്ടുമിക്ക വീടുകളിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കറി എന്തായാലും ഈ ദോശയുടെ കൂടെ മാച്ചായി പോകുന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇന്ന് പച്ചരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം. 1.5 കപ്പ് പച്ചരിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ മിക്സി ജാറിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഞാൻ മാവിലേക്ക് തിരിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കാസ്റ്റ് ചെയ്യേണ്ട ദോശച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കനം കുറച്ച് വേണം ദോശ ചുട്ടെടുക്കാൻ. അപ്പോൾ ഇതുപോലെ കനം കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. കുറച്ച് സമയം മാത്രം അടച്ച് വെച്ചാൽ മതി. പിന്നെ മൂടി തുറന്നിട്ട് ഒരു 1-2 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം നമുക്ക് ദോശ ചട്ടിയിൽ നിന്നും മാറ്റാം. ഇതിൻ്റെ കൂടെ ഏത് കറി കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. ഒരു ഒരുക്കങ്ങളും ഇല്ലെങ്കിലും രാവിലെ എണീറ്റിട്ട് പച്ചരി വെച്ചിട്ടായാലും അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടായാലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ്. നിങ്ങൾ ഇതുപോലെ ദോശ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.